അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്ന ഏറ്റവും പുണ്യകരമായ ഒരു ഇബാദത്താണ്. പരിശുദ്ധ ഖുർആനിൽ ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു നബിയുടെ മേൽ കാരുണ്യം ചൊരിയുന്നു, മലക്കുകൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുവെന്നാണ്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ. എൻ്റെ മേലൊരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അള്ളാഹു അവന് ചൊരിഞ്ഞു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വലാത്തിൽ ഏറ്റവും ഉത്തമമായ സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്താണ്. അതല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഏതെങ്കിലും വിധേന ഒരു ദിവസം 10 തവണയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് സലഫു സ്വാലിഹീങ്ങളുടെ ചര്യയായിരുന്നു. ഒന്നെങ്കിൽ പ്രഭാതത്തിൽ ചൊല്ലുക, അല്ലെങ്കിൽ പ്രദോഷത്തിൽ ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് നൽകുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ ബെനഫിറ്റ് ഉണ്ട്, എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത്, അള്ളാഹു അവൻ്റെ മേൽ കാരുണ്യം ചൊരിയും, മലക്കുകൾ അവൻ്റെ മേൽ പ്രാർത്ഥിക്കും, അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഹസനാത്തുകൾ, നന്മകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും, അവൻ്റെ ദറജാത്തുകൾ, പദവികൾ അള്ളാഹു ഉയർത്തും. നാളെ ഒരു കൂട്ട് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് പരലോകത്ത് മഹ്ശറയിൽ. ആ സമയത്ത് റസൂലിൻ്റെ സാമീപ്യം ലഭിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഒരു നിബന്ധനയായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നാണ്. എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ പ്രാർത്ഥനകൾ അള്ളാഹു മറച്ചു വെക്കും. സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന പുറത്തു കൊണ്ടുവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ മനക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അള്ളാഹു അത് ആശ്വാസം നൽകും, സാന്ത്വനം നൽകും. അതുപോലെ തന്നെ ദുനിയാവിൽ, ഭൗതിക ലോകത്ത് ധാരാളം അനുഗ്രഹങ്ങൾ അവന് ചൊരിയും. ഇത്തരം നേട്ടങ്ങളുള്ള ഏറ്റവും പുണ്യകരമായ, ഏറ്റവും ലളിതമായി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.